അതിനു മുൻപ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തി കലാപ മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം സന്ദർശനം ആരംഭിച്ചു. രാഹുൽ ഗാന്ധി ഇവിടെ എത്തുന്നതിന് തൊട്ട് മുൻപ് വെടിവയ്പുണ്ടായി. പോലീസ് ഔട്ട്പോസ്റ്റിന് നേരെയായിരുന്നു ആക്രമണം. നാഷണൽ ഡെസ്കിൽ നിന്ന് സ്വാതി രാജീവ് ചേരുന്നു. സ്വാതി, ഈ പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനം, ഈ മണിപ്പൂരിലെ സന്ദർശനം ഏത് രീതിയിലൊക്കെയാണ് പുരോഗമിക്കുന്നത്? പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനം ഈ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി. ഒപ്പം തന്നെ ഇന്ന് രാവിലെ ഈ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇന്ന് പോലീസ് പോസ്റ്റുകൾക്ക് നേരെ വെടിവയ്പ് അടക്കമുള്ള സംഭവങ്ങളും അവിടെ ഉണ്ടായല്ലോ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ മണിപ്പൂരിലെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഒരുപാട് രീതിയിൽ ചർച്ചയും അത് വിഷയമാകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ രാഹുൽ ഏറെ ചർച്ച ചെയ്തത് ഈ മണിപ്പൂർ വിഷയമാണ്. BJP നേതൃത്വത്തിലുള്ള സർക്കാർ മണിപ്പൂരിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു എന്നുള്ള ആരോപണമാണ് ഉയർത്തിയത്. എന്നാൽ മോദി പറഞ്ഞത് മണിപ്പൂരിൽ സ്ഥിതിഗതികളെല്ലാം ശാന്തമാണ് എന്നാണ്. എന്നാൽ ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ ഇന്ന് രാവിലെ 3:30 കൂടിയിട്ടാണ് മണിപ്പൂരിൽ വീണ്ടും വെടിവയ്പ് ഉണ്ടാകുന്നത്. ജിറിബം എന്ന സ്ഥലത്താണ് ഇന്ന് രാഹുൽ സന്ദർശനത്തിനെത്തിയത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വെടിവയ്പ് ഉണ്ടായത്. പോലീസ് പോസ്റ്റിലേക്കായിരുന്നു ഒരു വെടിവയ്പ് ഉണ്ടായത്. സമീപത്തെ കുന്നിൻ മുകളിലുള്ള ജില്ലയായ തമംഗ്ലോങ്ങിൽ നിന്നാണ് ഈ ഒരു വെടിവയ്പ് ഉണ്ടായത്. കുക്കി വിഭാഗത്തിൽപ്പെട്ട 2 പേരെ ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ ജൂൺ 6-ന് മണിപ്പൂരിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഈ ഒരു മേഖലയിൽ തന്നെയാണ് അന്നും കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അവിടേക്ക് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് സന്ദർശനത്തിനായി എത്തിയതും. ഇവിടെയുള്ള വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് രാഹുൽ ഗാന്ധി സന്ദർശനത്തിനായി എത്തിയത്. അത് മണിപ്പൂരിൽ എത്തുന്നതിന് മുമ്പ് അസമിലെ പ്രളയബാധിത മേഖലകളിലും രാഹുൽ സന്ദർശനം നടത്തിയിരുന്നു. അവിടെ നിന്നും റോഡ് മാർഗമാണ് ഇപ്പോൾ മണിപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ജിർബം മേഖലയിലുള്ള ഒരു സ്കൂളിൽ നിന്നാണ് ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സന്ദർശനം രാഹുൽ ഗാന്ധി ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മണിപ്പൂരിലെ ഈ ഒരു കലാപ ഭൂമിയിലെ ഇത് ബാധിച്ച ആളുകളെല്ലാം നേരിൽ കണ്ട് രാഹുൽ സംസാരിക്കും. അതിനുശേഷം മണിപ്പൂരിൽ നിന്നും MPമാരായിട്ടുള്ള 2 പേരെ രാഹുൽ സന്ദർശിക്കും. ഒപ്പം മണിപ്പൂർ ഗവർണറെ സന്ദർശിക്കും. അതിനുശേഷം വൈകിട്ട് PCC ഓഫീസിൽ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെയും കാണും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഉണ്ടായ സംഭവത്തിൽ പോലീസ് കൃത്യമായ നടപടികൾ പിന്നീട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പോലീസും CRPF-ഉം അസം റിഫിൾസും ചേർന്ന് സേനകൾ സംയുക്തമായി ഇതിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കൂടി കണ്ട് സുരക്ഷ കടുപ്പിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ നിലവിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് യാതൊരുവിധ സുരക്ഷാ പ്രശ്നങ്ങളുമില്ല. ഇത്തരം ആക്രമണങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് SP തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും. കാരണം സഭയിൽ ഇത്തരത്തിൽ രാഹുൽ ഉന്നയിച്ചതും അതുപോലെ മോദി ഇവിടേക്ക് ഇതുവരെ എത്തിയില്ല എന്നുള്ള ഒരു വാദവും പ്രതിപക്ഷം ഇരു സഭകളിലും ഉന്നയിച്ച് പ്രതിഷേധം ഉയർത്തിയ സാഹചര്യമാണ്. എന്തായാലും രാഹുൽ ഇന്നത്തെ ദിവസം ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത്. സേതുലക്ഷ്മി. സ്വാതി.